ചെന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. പോകാനെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിലെനിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. നൊടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന്. ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭന നാട്ടിൽ പാടും
സ്നേഹമാം സ്വർഗതാതരുടെ സ്നേഹദാനത്തിനും വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം നീളുവായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി
ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ലോകം മരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി, ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം, കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്തദേശം, കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ പിതാവിനെ വിളിച്ചറിഞ്ഞ വേർപാട് കടന്നു വരുന്ന സഹായത്തിന് സ്തോത്രം. ദൈവം പിതാവിന് ഏകാന്തം കൊടുത്ത ആശ്വാസത്തിനായി ഇവിടെ ആയിരിക്കുന്നത് കേൾക്കുന്നവരായിരിക്കുമ്പോൾ ഇവിടെ നടന്നു വരികയും അവരുമായി സംസാരിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയൊക്കെ പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് സമ്പാദിക്കായിരിക്കുന്നു. ഞാൻ 2 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച ദിവസമുള്ള എല്ലാ ദിവസവും രാത്രിയും ശരീരം എതിർക്കുവാൻ്റെ പോകുന്നു എന്ന പ്രാർത്ഥനയുമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം ദൈവം നിറവേറ്റി. പ്രിയ പിതാവിനെ ആരംഭിച്ച നല്ല പ്രവൃത്തി ദൈവം തികച്ചു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. കാലഘട്ടത്തെ പ്രിയ പിതാവിന്റെ അമ്മ എൻ്റെ കോഴ്സ് അനുഭവത്തിലായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികൾ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അമ്മയെക്കുറിച്ച് തച്ചപ്പോളുടെ പാസ്റ്റർ വലിയ ആരാണ് വീടാണ്. ഞാൻ എല്ലാ പോലും ഞാൻ പോകും. എങ്കിലും പ്രിയ പിതാവിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി ദൈവം തികച്ച കഷ്ടതയും കണ്ണീരും മറുപടിയുമില്ലാത്ത നിത്യരാജ്യത്തിൽ ദൈവച്ച ഇമ്പ വീട്. നമുക്കൊരു വീട് മനുഷ്യന് 3 വീടുകളാണ് ഈ വീടിനത്തിൽ വായിക്കുമ്പോൾ. ഒന്ന് ശരീരമാകുന്ന വീട്, 2-5-ാം തീയതിയിരിക്കുന്നു. കൂടാരമായി നിങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ ശരീരം ഒരു ഭവനമാണ്. ആ ഭവനത്തിന് പാർക്കുവാനാണ് ഈ ഭൗതികമായ വസ്തുക്കൾ ഉണ്ടാക്കിയ വീട്. 2ാമത്തെ വീട്, ആ വീടാണ് അതും കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോകുന്നതാണ്. എന്നാൽ സഭാപ്രസംഗികൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യന്റെ 3 ഭവനങ്ങളാണ്. നമ്മുടെ ശരീരം ഒരു ഭവനമാണ്. ഇതാ ഒരു എന്തിനെഴുതിയിരിക്കുന്നു, കൂടാരമായി നിങ്ങളുടെ ഭൗമഭവന അഴിഞ്ഞു പോയാൽ ഞങ്ങൾ അഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും. ഉടുപ്പ് ദൈവത്തിന്റെ തേജസ്സാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിനാൽ സങ്കല്പത്തിനായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തേജസ് അണിയിച്ചിരുന്നു. നമ്മുടെ ദൈവം തേജസ്സാണ്. ആ തേജസ് മനുഷ്യനെ ആരാധനയും ഭൂമിയും അണിയിച്ചിരുന്നതാണ്. അവരുടെ അനുസരണങ്ങളുടെ ഫലമായി ആ തേജസ് നഷ്ടപ്പെട്ടു. ആ തേജസ്സാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗീയ മഹിമയുടെ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു മനുഷ്യന് വേണ്ടി കാൽവരിയിൽ മരിച്ചു. യേശുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് നീതിമാന്മാരാകുവാൻ
അങ്ങനെ ഈ കുടുംബവും യേശുവിലുള്ള വിശ്വാസത്തെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതിനാലും ജീവിക്കുന്നത് കാരണമിരിക്കുമ്പോൾ ഈ പിതാവും ഉയർത്തുന്ന നല്ല ഉയർപ്പിന്റെ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നു. അതിലൂടെ ആ വെളിപ്പാടിന് കുടുംബം ജീവിച്ചു. ഒരാമത്തെ മനുഷ്യന് 3 ഭവനങ്ങളാണ്. ഒന്ന് അക്ഷരീയമായ ശരീരം ഒരു ഭവനമാണ്, രണ്ടാമത് ഈ പാർക്കുന്ന ഒരു ഭവനമാണ്. എന്നാൽ ഇപ്പോൾ 3ാമത്തെ ഭവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ദുഃഖവും മരണവും മറുപടിയും വേദനയില്ലാത്ത ഭവനത്തിൽ ശ്രീപിതാവിന് ദുഃഖത്തിലായിരിക്കുന്ന ആത്മഹത്യയിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും ദുഃഖത്തിലാദികളെയും ആശ്വസിക്കുന്നു. മഹാപരിശുദ്ധനും ദൈവമേ ഈ പ്രിയ പിതാവിന്റെ ദൈവയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഭാര്യ കുടുംബം മറ്റു മക്കളെയും കുടുംബങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നു. സകല ആശ്വാസങ്ങളുടെ ദൈവമേ ചെയ്യാപുരത്തിലുമായിരുന്നു അമ്മയെ ആശ്വസിപ്പിക്കുന്നവരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളെ ആശ്വാസങ്ങളുടെ പുസ്തകം മുഖാന്തരം എല്ലാ ആശ്വാസങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് പ്രമായിരിക്കുന്ന ദിവ്യ സമാധാനം ലേഖത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹൃദയങ്ങളിൽ ആശ്വാസം നൽകണം. കർത്താവിന്റെ സ്തോത്രം. പ്രിയപിതാവിനെയും ആശ്വസിപ്പിക്കണമേ. ലോകത്തിൽ നൽകുവാൻ കഴിയാത്ത സമാധാനം ദൈവം നൽകണമേ. അരിമനാഥനാഥ യേശു ഉദ്ധാരണം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ ഇടപറയുമ്പോൾ യേശു കൊടുത്തതനുസരിച്ചുള്ളവർക്ക് ലോകത്തിൽ നൽകുവാൻ വേണ്ട ദിവ്യ സമാധാനം നിർദ്ദേശിക്കുന്നു. ആ ദിവ്യ സമാധാനത്തിൽ കാത്തുകൊണ്ട് കർത്താവിനെ വൈദ്യസ്പെക്ടറാടക്കാരാവിന്റെ ദൈവം നടത്തണമേ. ദൈവനാമം മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ ഈ പ്രത്യേക ദൈവിക പ്രത്യാശകളിലൂടെ അയക്കുന്ന സഹോദരി കുഞ്ഞുങ്ങളെ ദൈവത്താളുകളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ബാല്യപ്രായത്തിൽ വളരെ സഹകരിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞ ഒരു ഭവനമാണിത്. ഇവിടുത്തെ ോടും കുഞ്ഞാനോടും ശാന്തമാതേക്കാണ് ഇവരൊക്കെ ഒന്നിച്ച് വിളിച്ച മോനെപ്പോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും സഹകരിക്കുകയാണ്. ആത്മീയ കൂട്ടായ്മ ബന്ധത്തിലാണ് വരുവാൻ ഒഴിവാണ് സഹായിക്കുക. ചെറുപ്പകാലങ്ങളിൽ വിവിധ മണ്ഡലങ്ങളായിരിക്കാൻ ദൈവം സഹായിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തനിക്ക് ദൈവം നൽകിയ കുടുംബജീവിതം അനുഭവങ്ങൾ എല്ലാവരെയും ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരാരംഭവും അവസാനവും ഭൂമിയിലുള്ളതാണ്. ഭൂമിയിൽ ജനിച്ച ഏവരും ഒരിക്കൽ മരണത്തിന് വിധേയപ്പെട്ടു. എന്നാൽ നാം ജീവനോടിരിക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന വഴിയേതോ അതിനനുസൃതമായി നമുക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് യേശുക്രിസ്തു മനുഷ്യരോട് ചോദിക്കുന്നത് സർവലോകത്തെക്കാളും വിലയേറിയ എന്റെ ആത്മാവിന് എന്ത് പ്രയോജനം എന്നാണ്. സർവലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ സമൂഹമോ ചുറ്റുപാടുകളോ ദേശമോ കുടുംബമോ സമയമോ
അർഹിക്കുന്ന ഒരു വില നമുക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് അർഹിക്കുന്ന വില കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശുക്രിസ്തു ഇങ്ങനെ ലാസറിന്റെ കല്ലറയിൽ സമീപിക്കുമ്പോൾ ഇങ്ങനെ അത് ചെയ്യുന്നു. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല. മരിക്കാൻ കഴിയില്ല എന്നാണ് യേശു പറയുന്നത്. മനുഷ്യൻ ഒരിക്കൽ ജനിച്ചാൽ ഇത് ഒരിക്കലും മരിക്കാൻ കഴിയുകയില്ല. മനുഷ്യജീവിതത്തിൽ പ്രധാനമായി വേദപുസ്തകം പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് മരണമാണ്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം. മറ്റൊന്ന് ആത്മീയ മരണം എന്നാണ്. ഒരു വ്യത്യാസമല്ല, എല്ലാവരും ഭാവം ചെയ്ത് ദൈവദേശില്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യർക്കും ആത്മീയ മരണം സംഭവിച്ചു. എന്നാൽ അതിനുള്ള വീണ്ടെടുപ്പും ജീവനുമാണ്. അത് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ നൽകുവാനൊക്കെയുള്ള ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യമരണമാണ്. നിത്യമരണം ആർക്കാണ്? പുസ്തകം വായിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും ഉള്ള ഓഹരി തീയും വെള്ളവും എത്തുന്ന പൊയ്യലത്തെ അത് രണ്ടാമത്തെ മരണം. ജീവിച്ചിരുന്ന യേശുക്രിസ്തു വിശ്വസിക്കുന്നവര് നിത്യജീവൻ ലഭിക്കുകയും യേശുക്രിസ്തു വിശ്വസിക്കാത്തവരെ നിത്യമരണത്തിന് പങ്കാളിയാക്കുകയും ചെയ്യും. ഒരു മനുഷ്യനും മറ്റൊരാളെ കുറിച്ച് ഇരിക്കാമെന്ന് പറയാൻ അവകാശമില്ല. തിരുവല്ലും അനുശാസിക്കുന്നതനുസരിച്ച് നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവനും പ്രവൃത്തിക്ക് തക്കതായ അവനെ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും നഷ്ടവും പ്രാപിക്കുന്നതിന് നാം നാളെ ക്രിസ്തുവിനെ അനാശനമായ ജയപ്പെടുന്നതാണ്. കഥാദാസന്റെ ജീവിതത്തിന്റെയും കൊടുത്ത വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും പ്രതീക്ഷയും ഓർത്ത് തന്നെ പ്രസ്തുതിക്കുന്നു. നല്ല പ്രായത്തിൽ നല്ലൊരു അവസാനം കണ്ടെത്തുവാൻ തന്നെ കഴിഞ്ഞു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട ജീവിതത്തിൽ ദൈവിക വാർത്തകൾ അനുഭവിക്കാൻ പ്രിയമാണ് പഠിക്കാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സഹോദരിമാരും സഹോദരന്മാരും ഇവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്റെ പ്രത്യാശയിൽ ഈ ദുഃഖത്തിനോട് പങ്കുചേരുകയും ചെയ്യുന്നു. ദൈവം സഹായിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ നാമത്തിന് ഏത് മനുഷ്യനും ഒരു മരണമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അനുഭവിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നന്ദിയിലേക്കോ തിന്മയിലേക്കോ എന്ന് ചിന്തിച്ച തീരുമാനമെടുക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ലഭിച്ചിട്ടുള്ള നമ്മുടെ ഓർത്തുസ്കോളത്താണ് ദൈവത്തിന്റെ ദാസൻ പ്രത്യാശയോടും പ്രതീക്ഷയോടും ജീവിച്ചിരുന്നു. അത് ജീവിത സാഹചര്യത്തിൽ
സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ സാന്നിധ്യവും കൃപയും കൂടിയിരുന്നു. വിധയിലേക്ക് ചേർക്കപ്പെട്ടു. തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ദൈവത്തിലായിരിക്കുമ്പോൾ ഇതിന്റെ ദിവ്യമായ സമാധാനം അവരുടെ ഹൃദയത്തിൽ നൽകി നീ അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ പ്രത്യാശയുള്ളതാക്കണമേ. ദൈവത്തിനെ പറഞ്ഞവരെ പ്രിയപ്പെട്ട ദൈവത്തിനെയും ആശ്വസിപ്പിക്കണം, ഓടിക്കണം. കർത്താവിന്റെ വരവരാൻ ഞങ്ങളെ ജോലിക്കണമേ. തുടർന്ന് നിൽക്കുന്ന ശുശ്രൂഷകളിലും എന്റെ സാന്നിധ്യവും കൃപയും നൽകി ആദരിക്കണം. ദൈവത്തെയും സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. യെരൂശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം ദുഃഖം വിചാരം പ്രയത്നം രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപ
പിതാവ് നിത്യ വിശ്രാമത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കാറുണ്ടോ? പ്രിയ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു സർവ ആശ്വാസം കൊണ്ട് ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മെ വിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ വേദനയും അറിയാത്ത ദുഃഖവും ജീവിതത്തിലുണ്ടെങ്കിലും ഒരു ദൈവത്തെ സംബന്ധിച്ചോളം നമ്മൾ ദുഃഖിക്കേണ്ടതായ കാര്യമില്ല. കാരണം താൻ നിത്യമായുള്ള ദൈവിക ആ സ്വർഗീയ അനുഭവത്തിലേക്ക് താൻ എത്തുകയാണ്. ആ വലിയൊരു പ്രത്യാശയാണ് ദൈവ മക്കളാകുന്ന ഏവർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു വർഷം ജീവിച്ചിരിക്കുമ്പോൾ അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, കൂടാരമായി ഞങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞു പോകാത്ത നിത്യ ഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ മറ്റ് ഈ ലോക സൗഭാഗ്യങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. ഈ പ്രിയ നമ്മെ വീട്ടിൽ കടന്നു പോയ പിതാവിന് സ്വർഗത്തിലെ ഒരു വീടിനെ കുറിച്ച് തനിക്കൊരു അറിവ് താൻ ലഭിച്ചിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ സ്വർഗത്തിലുള്ള ആ ഭവനത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തുള്ള ജീവിതം താൽക്കാലികമാണ്, അത് വേഗം തീരുന്നതാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്ന 70 സംവത്സരം ഏറെയായാൽ 70 സംവത്സരം അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. പറന്നു പോയിട്ടുള്ളതായ ആ സ്വർഗീയ ആ നിത്യ ആ രാജ്യം, അത് ഈ പിതാവിന്റെ ഈ കടന്നുപോക്കിലൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കുവാനും അതിനെക്കുറിച്ചുള്ളതായ ശരിയായിട്ട് മനസ്സിലാക്കുവാനും ആ നിത്യരാജ്യത്തിന്റെ നാമം ഇങ്ങനെയുള്ള വരണം വഴിയായി ഇന്നലെ നാളെ കടന്നു പോകുവാനുള്ളവരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു നല്ല ഒരു ഉറപ്പുവരുത്തുവാനുള്ളതായ ഒരു അവസരങ്ങളാണ് ദൈവം ഒരുക്കുന്നത്. ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവം ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ നല്ല ദൈവമേ, ദുഃഖിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി അവരുടെ ആശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിക്കണമേ. കർത്താവിൻ്റെ ആ സമാധാനവും ദിവ്യമായ അനുഭവങ്ങൾ കൊണ്ട് നയിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇന്ന് ഇവിടെ വന്നു ചേരേണ്ടതായ പ്രിയപ്പെട്ടവർ, ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടതായ ദൈവഭക്തന്മാർ എല്ലാവരും തടസ്സമൊന്നുകൊണ്ട് ചേർന്ന് ഈ ശുശ്രൂഷകർമെല്ലാം വളരെ മനോഹരമായിട്ടൊപ്പം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സൂക്ഷിപ്പും അനുഗ്രഹവും കാണിക്കുന്നതിന് ദൈവനാമത്തെ മുഖത്തെടുത്ത് യേശുനാമത്തിൽ
കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമീഹേ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചത് പിന്നെ കള്ളണം, നമ്പി കൂടല്ലോ ലോകം. സമ്പാദിച്ചതു പിന്നെ കള്ളണം, നമ്പി കൂടല്ലോ ലോകം. ഒരിക്കലേവനും മരിക്കും നിർണയം, ഒരുന്നെല്ലാവരും മരിക്കാം. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. കർത്തനേശുവിൽ നിദ്ര കൊള്ളുന്നോർ വാഴ്ത്തപ്പെട്ടവർ മേലാ. കർത്തനേശുവിൽ നിദ്ര കൊള്ളുന്നോർ വാഴ്ത്തപ്പെട്ടവർ മേലാ. ഇഹത്തിൻ ദുരിതം ഒഴിഞ്ഞവർക്കെന്നും മഹത്വേ ഭാവുകം ലഭിക്കും. ഇഹത്തിൻ ദുരിതം ഒഴിഞ്ഞവർക്കെന്നും മഹത്വേ ഭാവുകം ലഭിക്കും. ജീവിതമേലും മരണത്തിന്മേലും അധികാരമുള്ളവനായ നിന്റെ കർത്താവേ, ദൈവവാഹിനിയുടെ ആയുസ് മൺമേലായ നിന്റെ ജീവിതത്തിൽ വിധയുടെ പ്രത്യാശ കുറവുണ്ടാകുന്ന സ്തോത്രം. അല്പനേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ആയുസ് നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ എല്ലായ്പ്പോഴും ഞങ്ങളെ ഇടയാക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതായ കഥ കണ്ണീരായ ഞങ്ങളെല്ലാവരെയും പ്രസംഗിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സംഗീതത്തിന്റെ ഉപയോഗത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദന, ഞങ്ങളുടെ കണ്ണീരിനാഥ ഈ പ്രത്യാശയിൽ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങൾ യാചിക്കുന്നു. നിന്നിൽ വിശ്വസിച്ച ആരും, നിന്നിൽ ജീവിച്ച ആരും അവരുടെ ജീവിതം വൃഥാവായിട്ട് പോകുന്നില്ല. പ്രിയമകന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ, പ്രിയ പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ എല്ലാ നല്ല വാദങ്ങൾക്കായി, നല്ല ഓർമ്മകൾക്കായി ഞാൻ സ്തുതിക്കുന്നു. ആ ഓർമ്മകളെ ഇപ്പോൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ, നല്ല മാതൃകൾ പിന്തുടരുവാൻ ഞങ്ങളുടെ അറ്റങ്ങളെ ബലപ്പെടുത്തണമേ നമ്മൾ യാചിക്കുന്നു. പിതാവേ, ഇന്ന് ഭൗതിക ശരീരത്തോട് ഇട പറയുന്നതായ വേളയിൽ നിന്റെ മകൻ സ്നേഹിക്കുകയും നിന്റെ മകനെ സ്നേഹിച്ചതായ പ്രിയപ്പെട്ടവരോട് പിതാവെ അവർ വിട പറയുന്നതായ ഈ വേളയിൽ നിന്റെ മകൻ പ്രാർത്ഥനയായ ഭവനത്തിൽ നിന്ന് നാഥ നിന്റെ മകൻ അവസാനമായി ഇവിടുന്ന് പോകുന്നതായ വേളയിൽ നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരിനെ ഈ പ്രത്യാശയെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. യോബിനെ പോലുള്ള ജീവിതം ആ സാക്ഷ്യം ഞങ്ങൾക്കും തരണം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ ഞങ്ങളുടെ അതിനെ ശക്തിപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ നാഥ നീ എപ്പം വിളിച്ചാലും, നീ എപ്പം ഞങ്ങളെ മടക്കി വിളിച്ചാലും നാഥ ഞങ്ങൾ പ്രത്യാശയോടെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ അതിനെയും വിവരപ്പെട്ടവനെ ഞങ്ങൾ അപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നീ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു. നിനക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ശുശ്രൂഷയിൽ പങ്കു ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കാൻ യാചിക്കുന്നു. തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങളെ നീ വാഴ്ത്തണമേ. വന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്തുകൊള്ളണമേ. മാനവും മഹത്വവും അന്ന് മാത്രം എടുത്തുകൊള്ളണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണമേ.
ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്ന നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തലയിണയെ ബേധേലാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും ആകാശ
സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല,
രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷകാസുതി നിനക്കെന്നും ചെത്തിൽമേൽ തന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാനായുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണെത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രു വിരാതരെടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ചാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. താൻ